പഴയകാല പ്രണയം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്നത് പൊതുവായ ഒരു സംസാരമാണ്. മാത്രമല്ല ഈ തലമുറ മാറ്റം, കാലത്തിന്റെ മാറ്റം എന്നിവ പ്രണയത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ഒരു ബാഹ്യമായ ഭാവം ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മൾ മനുഷ്യന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ ജീവിവർഗങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യം വരുന്ന പ്രണയം എന്ന് പറയുന്നത് കാർണൽ ലെസ്റ്റ് ആണ്. അതായത് ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പ്രത്യുൽപാദനം നടക്കാൻ വേണ്ടി പ്രകൃതി ജീവികളിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദനയാണ് പരസ്പരം തോന്നുന്ന ആകർഷണം. അതൊരു കാർണൽ ലിസ്റ്റാണ്. അത് ലൈംഗികതയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാർണൽ ലിസ്റ്റാണ്. പക്ഷേ നമ്മൾ മനുഷ്യന്റെ ചരിത്രം മുന്നോട്ട് പോരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് പിൽക്കാലത്ത് അത് കുറച്ചുകൂടെ ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട പ്രണയമായിട്ട് മാറി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ലവ് എന്ന് പറയാം. അതായത് കുടുംബങ്ങളുടെ ആവിർഭാവം, സംസ്കാരങ്ങള്, മതങ്ങള്, സംസ്കാരവും മതവും കുടുംബവും ഒക്കെ ചേർത്ത് പ്രണയത്തെ വളരെയധികം ക്രമപ്പെടുത്തിയിട്ടുണ്ട്, ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിന്റെ ചില അവശേഷിപ്പുകളാണ്. എന്നാൽ അതേസമയം തന്നെ മൂന്നാമത്തെ ഒരു ഘട്ടം വന്നു, ഒരു കാൽപ്പനിക ഭാവങ്ങൾ, ഒരു റൊമാൻറ്റിക് ലവ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ സാമ്പ്രദായികമായ വലിയ മൂല്യങ്ങളുള്ള പ്രണയം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും ഒക്കെ വിവാഹബാഹ്യമായ പ്രണയങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ഈ റൊമാൻറ്റിക് ലവ് അത് നമ്മുടെ സിനിമകളിലും നോവലുകളിലും പദ്യങ്ങളിലും ഒക്കെ പ്രണയത്തെ കാൽപ്പനികവൽക്കരിച്ചിരുന്നു. അത് പുരാണങ്ങളിലും എല്ലാം ആ രീതിയിൽ വന്നിരുന്നു. ഒരേ സമയം പ്രണയത്തെ തെറ്റാണ്, അല്ലെ വിവാഹപൂർവ്വ പ്രണയം തെറ്റാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ കാൽപ്പനിക പ്രണയത്തെ നമ്മൾ വളരെ അഭിനിവേശത്തോടുകൂടി കണ്ടിരുന്നു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു നാലാമത്തെ സ്റ്റേജാണ് ഇപ്പോഴത്തെ ഡിജിറ്റലൈസ്ഡ് കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു ലിബറേറ്റഡ് ലവ് ആണ്. അപ്പൊ ആ ലിബറേറ്റഡ് ലവിന്റെ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ നേരത്തെ പിന്നിട്ട് പോകുന്ന മൂന്ന് ഘട്ടങ്ങളിലും, അതായത് ഈ കാർണൽ ലസ്റ്റ്, ലൈംഗികമായിട്ടുള്ള ആ പ്രണയം, അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട പ്രണയത്തിന്റെ മൂല്യങ്ങൾ, അല്ലെങ്കിൽ പിന്നീട് വരുന്ന ആ ഒരു റൊമാൻറ്റിക് ആസ്പെക്റ്റുകളും എല്ലാം, അതിന്റെ അംശങ്ങളെല്ലാം ഇന്നത്തെ പ്രണയത്തിലുണ്ട്. പക്ഷേ ഈ തലമുറ മാറ്റം വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുതിർന്ന തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഇക്കാലത്തെ പ്രണയങ്ങളോട് തീരെ അങ്ങോട്ടൊരു അസഹിഷ്ണുത വരാനായിട്ടുള്ള ഒരു കാരണം ഈ റാപ്പിഡ് ട്രാൻസിഷൻ, പെട്ടെന്നുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ വന്നപ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് ഇന്നത്തെ ഒരു തലമുറകൾക്ക് സാധിക്കുന്നില്ല. അതാണ് പലപ്പോഴും ഒരു മോറൽ പോലീസിംഗ് ആയിട്ടും പല രീതിയിലുള്ള വിമർശനങ്ങളായിട്ടും അതിരുവിട്ടു പോകുന്ന പ്രണയങ്ങളായിട്ടും ആശാസ്യമല്ലാത്ത പ്രണയങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. പിന്നെ മറുവശത്ത് തീർച്ചയായിട്ടും ഈ കാഷ്വൽനെസ് വന്നിട്ടുണ്ട്. പ്രണയങ്ങളെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിന് അപ്പുറത്തേക്ക് അതിൻ്റെ ആഴത്തിൽ പോകാൻ പറ്റാതെ വരികയും ചിലപ്പോഴൊക്കെ അമിതമായ ഒരു കൺട്രോൾ, തൻ്റെ പ്രണയിനി അല്ലെ താൻ പ്രണയിക്കുന്ന വ്യക്തി തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം, അല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത അസഹിഷ്ണുതയൊക്കെ ഒരു രോഗാതുരതയിലേക്കും, ഒരുപാട് പൊസസീവ്നെസ്, കൺട്രോളിങ്, അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന പ്രണയങ്ങളാണ് ചിലപ്പോഴെങ്കിലും അക്രമങ്ങളിലേക്കും നിരന്തരം അവരെ പിന്തുടരുന്ന ഒരു പ്രണയം ഒരു പീഡനമായിട്ട് മാറുന്ന രീതിയിലും വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എക്കാലത്തും ഉണ്ടായിരുന്നു. ഇന്നിപ്പം നമ്മൾ അതേപ്പറ്റിയൊക്കെ കൂടുതൽ അറിയുന്നു, അല്ലെ ഒരാളെ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാനായിട്ടോ ബുദ്ധിമുട്ടിക്കാനോ ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളും അവസരങ്ങളും കൂടുതൽ വന്നിട്ടുള്ളത് കൊണ്ട് ഈ മോർബിഡ് ലവ്, രോഗാതുരമായ പ്രണയത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി പുറത്തേക്ക് കാണുന്നു എന്നേ ഉള്ളൂ.